പാലക്കാട്ട് ഏതാണ്ട് 1000-ഓളം കോൺഗ്രസിൻ്റെ ബൂത്തുകൾ നിർജ്ജീവമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ MP രാജേഷ് തൃത്താല പിടിച്ചെടുക്കുകയായിരുന്നു. അവിടെ പറഞ്ഞു കേട്ടത് ബൽറാം ഒരു ചായ കുടിക്കാൻ പോലും പുറത്തു പോയിട്ടില്ല എന്നാണ്. സജീവമായിട്ട് മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. M ചന്ദ്രൻ ആലത്തൂർ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ. പക്ഷേ ഇത്തവണ ആലത്തൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി മത്സരിച്ചിട്ട് പോലും ഭൂരിപക്ഷം വളരെയധികം കുറഞ്ഞു. രമേഷ് പിഷാരടിയെ കാണാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റു പാർട്ടിക്കാർ പോലും അത് വോട്ടായിട്ട് മാറിയെന്നുള്ളത് പിന്നത്തെ കാര്യം. BJPയുടെ വോട്ട് വിഹിതം BJP വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മലമ്പുഴയിലാണെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷം കുറയ്ക്കാനായി. പാലക്കാട് കഴിഞ്ഞ തവണത്തെക്കാളും ഏതാണ്ട് 10,000-ഓളം വോട്ട് കൂടിയിട്ടുണ്ട്. BJPക്ക് മറ്റ് 2 മുന്നണികളെക്കാട്ടിലും കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. RSSൻ്റെ ഒരു പിന്തുണയുണ്ട്. പ്രകടനം കൊണ്ട് കാര്യമില്ല, പ്രവർത്തനമാണ് കാര്യം. അത് തന്നെയായിരിക്കും പാലക്കാട് പറയേണ്ടാവുക. കേരളത്തിലെ UDF ചരിത്ര വിജയം നേടിയിരിക്കുന്നു. LDFന് കുറച്ചെങ്കിലും ഒരു ആശ്വാസം കിട്ടിയ ജില്ലയാണ് പാലക്കാട് എന്ന് പറയുന്നത്. കാരണം 12 മണ്ഡലങ്ങളുള്ള പാലക്കാട് ജില്ലയിലെ 7 മണ്ഡലങ്ങൾ LDFും 5 മണ്ഡലം UDFുമാണ് പിടിച്ചെടുത്തത്. ശരിക്കും പ്രതീക്ഷിച്ചൊരു വിജയമായിരുന്നു പാലക്കാട് സംഭവിച്ചത്. പാലക്കാട് ഏതാണ്ട് പ്രതീക്ഷയ്ക്ക് അടുത്ത് വരുന്നൊരു തിരഞ്ഞെടുപ്പ് ഫലമാണ്. കാരണം കഴിഞ്ഞ 25 വർഷത്തെ തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നമ്മൾ അവലോകനം ചെയ്താൽ ഇതൊരു 3ാമത്തെ തവണയാണ് UDF ഒരു 5 സീറ്റൊക്കെ ആയിട്ട് മുമ്പിൽ വരുന്നത്. സാധാരണ പാലക്കാട്ടിനൊരു ഇടത്ത് കോട്ട എന്നൊക്കെ വിശേഷണമുണ്ട്. പക്ഷേ ആ വിശേഷണം പൂർണ്ണമായിട്ട് നമുക്ക് ശരിവയ്ക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ശരിവയ്ക്കാൻ പറ്റില്ല എന്ന് വേണം പറയാൻ. ഒരു സമയത്ത് VS വിജയരാഘവനും പിന്നീട് ഉപരാഷ്ട്രപതിയായിട്ട് മാറിയ KR നാരായണൻ ഉൾപ്പെടെ 2 MP ഒരേ സമയം പാലക്കാട് ഒറ്റപ്പാലം പാലക്കാട് ലോക്സഭാ മണ്ഡലങ്ങളായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ മുൻപ് ഒരു സീനിയറായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് പറഞ്ഞതുപോലെ ഏതാണ്ട് 1,00,000-ൽ കൂടുതലാണ് പാലക്കാട്ട് ഒരു 2 മുന്നണികളും തമ്മിലൊരു വ്യത്യാസം എന്നതിനോട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സീനിയർ നേതാവ് പറഞ്ഞിട്ടുണ്ട്. ആ 1,00,000 കണക്ക് മാറ്റി നിർത്തിയാലും പാലക്കാട് ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് CPMന് ആത്മവിശ്വാസം കൊടുക്കുന്നത് അവരുടെ കൃത്യമായിട്ടുള്ള സംഘടനാ നെറ്റ്വർക്കാണ്. UDFനെ സംബന്ധിച്ച് പലയിടത്തും സംഘടനാ നെറ്റ്വർക്ക് ഇല്ല എന്ന് തന്നെ പറയണം. കാരണം KP അനിൽകുമാർ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇപ്പോൾ KP അനിൽകുമാർ കോൺഗ്രസ്സിലില്ല. KP അനിൽകുമാർ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് നടത്തിയൊരു പഠനത്തിൽ പാലക്കാട്ട് ഏതാണ്ട് 1000-ഓളം കോൺഗ്രസിൻ്റെ ബൂത്തുകൾ നിർജ്ജീവമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കണ്ടെത്തൽ ഏതാണ്ട് ഇപ്പോഴും ശരിയാണ്. കാരണം പലയിടത്തും പേരിന് ബൂത്ത് കമ്മിറ്റികളുണ്ടെങ്കിലും അടിത്തട്ടിൽ സംഘടനാ പ്രവർത്തനമില്ല. അത് നമുക്ക് ഇപ്പോൾ CPM ജയിച്ച മണ്ഡലങ്ങൾ നോക്കിയാൽ തന്നെ കൃത്യമാണത്. അതിൽ കൂടുതൽ വലിയ വിശദീകരണമൊന്നും ആവശ്യമില്ല. സാധാരണഗതിയിൽ കഴിഞ്ഞ 1-2 തിരഞ്ഞെടുപ്പുകളിൽ 10-2 അല്ലെങ്കിൽ 9-3 എന്നൊക്കെയാണ് ജില്ലയിൽ UDFൻ്റെയും LDFൻ്റെയും ഉണ്ടായിരുന്നത്. 2021 തിരഞ്ഞെടുപ്പിൽ CPMന് LDFന് ജില്ലയിലെ 10 മണ്ഡലങ്ങളുണ്ടായിരുന്നു. അതായത് മണ്ണാർക്കാടും പാലക്കാടും ഒഴികെയുള്ള എല്ലാ മണ്ഡലങ്ങളും LDFൻ്റെ കൂടെയായിരുന്നു. 2 മന്ത്രിമാരുണ്ടായിരുന്നു. തൃത്താലയിൽ MP രാജേഷും ചിറ്റൂർ K കൃഷ്ണൻകുട്ടിയും. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ MP രാജേഷ് തൃത്താല പിടിച്ചെടുക്കുകയായിരുന്നു. അതിനുശേഷം അവിടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങളുണ്ടായി, ഒരുപാട് ചർച്ചകളുണ്ടായി. പക്ഷേ ആ സമയത്തൊക്കെ VT ബൽറാം അവിടെ മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. സാധാരണ പതിവ് രാഷ്ട്രീയ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പതിവ് ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് മറ്റെവിടെയെങ്കിലും പോകാമെന്നുള്ളതാണ്. പക്ഷേ അവിടെ പറഞ്ഞു കേട്ടത് ബൽറാം ഒരു ചായ കുടിക്കാൻ പോലും പുറത്തു പോയിട്ടില്ല എന്നാണ്. സജീവമായിട്ട് മണ്ഡലത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അവിടെ തൃത്താല തിരിച്ചു പിടിച്ചു. അവിടെ തൃത്താല തിരിച്ചു പിടിക്കാൻ ഉണ്ടായ കാരണങ്ങളിലൊരു പക്ഷേ UDFലുണ്ടായിരുന്ന തർക്കങ്ങൾ അവർ ഇലക്ഷൻ മുമ്പേ തന്നെ പറഞ്ഞ് പരിഹരിച്ചു. പക്ഷേ പാർട്ടിക്കകത്ത് CPMനകത്ത് അറിയാതെ അവിടെ ഇവിടെയൊക്കെ ചില ഭിന്നതകൾ ഉണ്ടായിരുന്നതായിട്ട് അവിടുത്തെ പ്രവർത്തകർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇലക്ഷനെ ബാധിച്ചു എന്ന് വേണം കരുതാൻ. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഉള്ളത് പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം മണ്ഡലങ്ങളാണ്. വള്ളുവനാടിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഇത്രയും മണ്ഡലങ്ങളാണ്. ഇതിൽ ഒറ്റപ്പാലത്തെ ഇലക്ഷൻ കൗതുകകരമാവുന്നത്
CPM വിട്ടുവന്ന KTDCയുടെ മുൻ ചെയർമാനായിരുന്ന PK ശശി ഒറ്റപ്പാലത്ത് മത്സരിച്ചതാണ്. ഒറ്റപ്പാലം മണ്ഡലത്തിൻ്റെ ഉള്ളിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. പക്ഷേ ശശി ഫാക്ടർ ഒറ്റപ്പാലത്ത് വേണ്ടത്ര ഏശിയില്ല. മാത്രമല്ല ഒറ്റപ്പാലത്ത് ശശി മത്സരിക്കാൻ വന്നപ്പോൾ ഒരു പഴയ നേതാവ് മത്സരിക്കാൻ വരുമ്പോൾ പാർട്ടി അണികൾക്കുണ്ടാകുന്ന എതിരാളിയായിട്ട് മത്സരിക്കാൻ വരുമ്പോൾ പാർട്ടി അണികൾക്കുണ്ടാകുന്ന എല്ലാ ശ്രദ്ധയും അവിടെ ഉണ്ടായി. പാർട്ടി ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചു. സംസ്ഥാനത്ത് തന്നെ ഇത്തവണത്തെ രണ്ടാമത്തെ മികച്ച ഭൂരിപക്ഷം ഒറ്റപ്പാലത്താണ്. അവിടെ ഒരു കാലത്ത് PK ശശിയുടെ സഹപ്രവർത്തകരായിരുന്ന പ്രേംകുമാർ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആണ് പ്രേംകുമാർ. പ്രേമൻ്റെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്ന അവിടുത്തെ സംഘടനാ ബലം തന്നെയായിരുന്നു. ആ സംഘടനാ ബലം കൃത്യമായിട്ടുള്ള ഇലക്ഷൻ റിസൾട്ടിലും വന്നു. ഷൊർണൂരും സമാനമായിട്ടുള്ള അവസ്ഥയാണ്. P മമ്മിക്കുട്ടി എന്നുള്ള വളരെ സീനിയറായിട്ടുള്ള നേതാവാണ് മത്സരിച്ചത്. അവിടെ ഒറ്റപ്പാലത്ത് സ്ഥാനാർത്ഥിയാവുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ പ്രതീക്ഷിച്ചിരുന്ന ഹരിഗോവിന്ദ മാഷാണ് ഷൊർണൂർ സ്ഥാനാർത്ഥിയായിട്ട് പോയത്. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയും കൊള്ളാവുന്ന നല്ല സ്ഥാനാർത്ഥിയായിരുന്നു. ശങ്കുട്ടി ദാസായിരുന്നു. കഴിഞ്ഞ തൃത്താലയിൽ മത്സരിച്ച ശങ്കുട്ടി ദാസായിരുന്നു. പക്ഷേ അവിടെ CPMൻ്റെ സംഘടനാ സംവിധാനത്തിനൊപ്പം തന്നെ മമ്മിക്കുട്ടി എന്ന നേതാവ് വളരെ സീനിയറായിട്ടുള്ള നേതാവിൻ്റെ ഒരു പ്രവർത്തന പരിചയം കൂടി അവിടെ വിജയത്തിന് വഴി തുറന്നിട്ടുണ്ടാവണം. LDFന് വലിയ തിരിച്ചടി നേടിയ 2 മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഒന്ന് തൃത്താലയും മറ്റേതൊന്ന് കോങ്ങാടും. തൃത്താലയിൽ MP രാജേഷിന് കാലിടർന്നു. അതുപോലെ തന്നെ കോങ്ങാട് 25 വർഷമായിട്ട് LDFൻ്റെ ഒരു കോട്ട തന്നെയായിരുന്നു, അല്ലെങ്കിൽ LDFൻ്റെ ഒരു കുത്തകയായിരുന്നു കോങ്ങാട് മണ്ഡലം എന്ന് പറയുന്നത്. അതാണ് ഇപ്പോൾ UDF പിടിച്ചെടുത്തിരിക്കുന്നത്. എന്തായിരിക്കാം അതിനുള്ളൊരു കാരണം? അട്ടിമറി എന്ന് നമുക്ക് അതിൻ്റെ മുഴുവൻ അർത്ഥത്തിലും പറയാൻ പറ്റില്ല. പക്ഷേ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അതൊരു അട്ടിമറിയാണ്. മാത്രമല്ല നാളേക്കുള്ള ചർച്ചകളുടെ ഒരു തുടക്കമിടുന്ന പോയിന്റുകൾ കൂടിയാണ്. ഇതൊക്കെ ചർച്ചകൾ വരും. ഇനി സംസ്ഥാനത്ത് മൊത്തം CPM ഒരു അവലോകനം നടത്തുന്ന പോലെ തന്നെ പാലക്കാട് ജില്ലയിലും കൃത്യമായിട്ടുള്ള അവലോകനം നടത്തേണ്ടി വരും. കാരണം അവർക്ക് അത്രയേറെ ആത്മവിശ്വാസമുള്ള മണ്ണാണ് പാലക്കാട്. സ്വാഭാവികമായിട്ടും തൃത്താലയിലെയും കോങ്ങാട്ടെയും തോൽവികൾ ചർച്ചയാവുമെന്നതുപോലെ തന്നെ നെന്മാറയിലെ വോട്ട് കുറഞ്ഞത്, അതേപോലെ തന്നെ ചിറ്റൂർ ജനതാദളിൻ്റെ ഏക സീറ്റായിരുന്നു. അവിടെ ജനതാദളിൻ്റെയും CPMൻ്റെയും കരുത്തിലാണ് അവിടെ കഴിഞ്ഞ ടേമുകളിൽ K കൃഷ്ണൻകുട്ടി അവിടെ ജയിച്ചതും പിന്നീട് മന്ത്രിയായതും. ഇത്തവണ K കൃഷ്ണൻകുട്ടി അദ്ദേഹം അടുത്ത തലമുറയ്ക്ക് വേണ്ടി വഴിയൊഴിഞ്ഞു കൊടുത്തു. മുരുകദാസായിരുന്നു സ്ഥാനാർത്ഥി. അവിടെ മുരുകദാസിന് അപ്രതീക്ഷിതമായിട്ടൊരു അവര സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. ശരിക്കും അവരൻ സ്ഥാനാർത്ഥി എന്ന പദപ്രയോഗം ശരിയല്ല, സ്വതന്ത്രൻ എന്ന് വേണം പറയാൻ. കാരണം ഒരേ പേരുള്ള ആളാണ്. ഇദ്ദേഹം വാദിക്കുകയാണ് ഞാനാണ് ശരിയായിട്ട് സ്ഥാനാർത്ഥി, മറ്റാൾ അവരെന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല അതിൽ. അപ്പോൾ ഇവിടെ അവർ സ്ഥാനാർത്ഥിയായിട്ടുള്ള മുരുകദാസ് പിടിച്ച വോട്ടുകൾ നിർണായകമായി. യഥാർത്ഥത്തിൽ അവിടെ ചിറ്റൂരിൽ ഒരു ഇലക്ഷൻ റിസൾട്ട് എന്താണെന്ന് നിശ്ചയിച്ചത് അവര സ്ഥാനാർത്ഥി പിടിച്ച വോട്ടുകളാണ്. അവിടെ അതിനു മുൻപ് ഈ അവര സ്ഥാനാർത്ഥിയാണ് യഥാർത്ഥ സ്ഥാനാർത്ഥി എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് പ്രചരിപ്പിക്കുകയും അതിൻ്റെ പേരിൽ 3-4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങളുണ്ട്. അതും അടുത്ത വരും ദിവസങ്ങളിലേക്കുള്ള ഒരു ചർച്ചയ്ക്ക് വഴി തുറന്നിട്ടാണ്. അവിടെ നെന്മാറ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ കോൺഗ്രസ്സിന് പിടിച്ചെടുക്കാനാവുമായിരുന്ന മണ്ഡലങ്ങളാണ്. അതേപോലെ തന്നെയാണ് ആലത്തൂർ. M ചന്ദ്രൻ ആലത്തൂർ CPM സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിലൊന്നാണ് ആലത്തൂർ. പക്ഷേ ഇത്തവണ ആലത്തൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് TM ശശി മത്സരിച്ചിട്ട് പോലും ഭൂരിപക്ഷം വളരെയധികം കുറഞ്ഞു. സ്വാഭാവികമായിട്ടും അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വരും. അതേപോലെ UDFൽ ചർച്ചയ്ക്ക് വരാവുന്നൊരു സാധനമാണ് DCC പ്രസിഡൻറ്റിൻ്റെ തോൽവി. നെന്മാറയിലെ DCC പ്രസിഡന്റ് A തങ്കപ്പൻ വളരെ ആത്മവിശ്വാസത്തോടെയാണ് മത്സരിക്കാൻ പോയത്. തൊട്ടു മുമ്പിലുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ പ്രകടനം നല്ല പ്രകടനമായിരുന്നു. അവിടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ചു. പക്ഷേ അവിടെ A തങ്കപ്പനെ വിജയിപ്പിച്ചെടുക്കാൻ പാർട്ടി സംവിധാനത്തിനായില്ല. അവിടെയും ചില സ്ഥലങ്ങളിൽ പാർട്ടി സംഘടനാ സംവിധാനത്തിന് ഇനി പഴി കേൾക്കേണ്ടി വരും. ഒരു സെലിബ്രിറ്റി മണ്ഡലം എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ജനശ്രദ്ധയെ ആകർഷിച്ചത് പാലക്കാട് മണ്ഡലമാണ്. നമ്മൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് BJPക്ക് ഒരു സ്ട്രോങ് ഹോൾഡ് ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു. BJP അത്രയധികം ആത്മവിശ്വാസം പുലർത്തിയിരുന്നൊരു മണ്ഡലം. സത്യത്തിൽ ഇവിടെ നടന്ന അല്ലെങ്കിൽ ഇവിടെ പിഷാരടി നേടിയെടുത്ത ഒരു വിജയം, അതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? പാലക്കാട് ഏതാണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനോട് ഒക്കുന്ന റിസൾട്ടാണ് വന്നിട്ടുള്ളത്. അതായത് കഴിഞ്ഞ 2-3 തിരഞ്ഞെടുപ്പുകളിൽ നഗരസഭ നഗരസഭാ പരിധിയിലെ ബൂത്തുകൾ എണ്ണിക്കഴിയുമ്പോൾ BJPക്ക് കൊള്ളാവുന്നൊരു മെജോറിറ്റി കിട്ടും. അത് മറ്റ് 3 പഞ്ചായത്തുകൾ കൊണ്ട് UDF മറികടക്കും എന്നുള്ളൊരു ഇക്വേഷനാണ്
പൊതുവെ കണ്ടുവന്നത്. പക്ഷേ ഇത്തവണ അതായിരുന്നില്ല. നഗരസഭയുടെ ആദ്യത്തെ 2-3 റൗണ്ട് കഴിയുമ്പോൾ തന്നെ പിഷാരടി നല്ല പ്രകടനം കാഴ്ചവെച്ചു. അത് കഴിഞ്ഞ് പഞ്ചായത്തുകളുടെ എണ്ണി പകുതി ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ഭൂരിപക്ഷത്തിലേക്ക് എത്തി. ഇത് ഇന്ന് നമ്മളുമായിട്ട് പിഷാരടി സംസാരിക്കുമ്പോൾ പറഞ്ഞത് ആദ്യഘട്ടങ്ങളിൽ വെറും സിനിമാക്കാരനാണ്, മിമിക്രിക്കാരനാണ് എന്നൊക്കെ പരിചയപ്പെടുത്തേണ്ടി വന്നു എന്ന് പരിചയപ്പെടുത്തുകയല്ല, മറ്റു പാർട്ടികൾ ആരോപിച്ചു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് ഒരു കണക്കിൽ രമേശ് പിഷാരടിയെ പരിചയപ്പെടുത്തേണ്ടി വന്നിരുന്നില്ല കോൺഗ്രസ് പ്രവർത്തകർക്ക് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. കാരണം രമേശ് പിഷാരടി ഒരു പബ്ലിക് ഫിഗറാണ്. പോയിട്ട് ഇതാണ് രമേശ് പിഷാരടി എന്ന് പറയേണ്ടിയിരുന്നില്ല. രമേശ് പിഷാരടിയെ കാണാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റു പാർട്ടിക്കാർ പോലും അത് വോട്ടായിട്ട് മാറിയെന്നുള്ളത് പിന്നത്തെ കാര്യം. അവർ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ അവസാന ദിവസങ്ങളിലുണ്ടായ വിവാദങ്ങൾ, വോട്ടിന് നോട്ട വിവാദമായാലും സ്ഥാനാർത്ഥിയെ തടഞ്ഞ വിവാദമായാലും അവിടെയൊക്കെ രമേശ് പിഷാരടിയുടെ വളരെ പക്വതയുള്ള ഇടപെടലുകൾ ഒരു പരിധിവരെ അയാളുടെ അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കാൻ സഹായിച്ചിട്ടുണ്ട്. അത് കോൺഗ്രസ്സിന് നേട്ടമാവുകയും ചെയ്തു. പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന ഡീൽ ആരോപണങ്ങൾ അത് പിന്നെ അതിൻ്റെ വഴിക്ക് അങ്ങ് പോയി. പക്ഷേ LDF സ്ഥാനാർത്ഥിക്ക് 2021 ഡോക്ടർ പി സരിൻ ഉണ്ടാക്കിയ നേട്ടം പോലും ഇത്തവണ നമുക്ക് ഉണ്ടാക്കാനായിട്ടില്ല. അത് ഒരു ചർച്ചയാവുന്ന വിഷയമാണ്. കാരണം CPMൻ്റെ സംഘടനാ സംവിധാനം പാലക്കാട് ജില്ലയിൽ മറ്റ് ഏരിയകളെ അപേക്ഷിച്ച് പാലക്കാട് ഏരിയ കമ്മിറ്റി ദുർബലമാണെന്ന് അവർക്ക് തന്നെ അറിയാം. അത് പ്രവർത്തകരുടെ കാര്യത്തിലായാലും സംഘടനാ സംവിധാനത്തിൻ്റെ കാര്യത്തിലായാലും. പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഇത്തവണ നഗരസഭയിൽ അവർക്ക് കൂടുതൽ വോട്ട് പിടിക്കാൻ പറ്റി. അപ്പോൾ അത് അവർക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഇലക്ഷൻ ഇറങ്ങുമ്പോൾ ഇത് ഇവിടെയും കാണുന്നുള്ളതുണ്ടായിരുന്നു. പക്ഷേ അത് എത്രമാത്രം ഫലവത്തായി എന്നതിനെക്കുറിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ചയുണ്ടാകും. ഇതൊക്കെ ഈ ജയിച്ചതായാലും തോറ്റതായാലും, ജയിച്ചത് എതിർ വിഭാഗത്തിലും തോറ്റത് അവരവർക്കുള്ളിലും ചർച്ചയ്ക്ക് വഴി തുറന്നിരുന്നതാണ് പാലക്കാട്ടെ മത്സരഫലങ്ങൾ. BJPക്ക് പാലക്കാട് ജില്ലയിൽ കാര്യമായൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാൻ ഒക്കൂ? BJP നേടാനാവാതെ പോയത് പറയാൻ പറ്റില്ല. BJPയുടെ വോട്ട് വിഹിതം BJP വർദ്ധിപ്പിച്ചിട്ടുണ്ട്. മലമ്പുഴയിലാണെങ്കിൽ കഴിഞ്ഞ തവണത്തെക്കാളും ഭൂരിപക്ഷം കുറയ്ക്കാനായി. പാലക്കാട് കഴിഞ്ഞ തവണത്തെക്കാളും ഏതാണ്ട് 10,000-ഓളം വോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ അതൊരു വിജയത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ടാക്ടിക്സ് ഇനിയും അവർ ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് കുറച്ചും കൂടി ശ്രദ്ധയോടെ ഒരു ഏകോപനം ഉണ്ടായാലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം BJPക്ക് മറ്റ് 2 മുന്നണികളെക്കാട്ടിലും കൃത്യമായിട്ടുള്ള ഒരു സംവിധാനമുണ്ട്. RSSൻ്റെ ഒരു പിന്തുണയുണ്ട്. അത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ വേറൊരു തരത്തിലുള്ളൊരു ആസൂത്രണം വേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് പേരോട് സംസാരിച്ചതിൽ നിന്ന് ഒരു ഭരണവിരുദ്ധ വികാരമാണ് ഇപ്പോൾ ഇവിടെ UDFൻ്റെ ഒരു ചരിത്ര വിജയം കാണിച്ചു തരുന്നതെന്നാണ് അഭിപ്രായപ്പെടുന്നത്. സത്യത്തിൽ അത് തന്നെയാണോ ഇവിടെ സംഭവിച്ചത്? അങ്ങനെ ഒരു വലിയ തരംഗമൊന്നും പാലക്കാട് കണ്ടിട്ടില്ല. പാലക്കാട് ഇടതുപക്ഷത്തിന് കൈവിട്ടില്ല. അത് നമുക്ക് റിസൾട്ട് നോക്കി അറിയാമല്ലോ. 7 സീറ്റ് LDFനും 5 സീറ്റ് UDFനും തന്നെയാണ്. വോട്ട് ശതമാനത്തിലും വലിയ ഒരു തള്ളിച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ സ്ഥാനാർത്ഥികളുടെ മികവ് കൊണ്ടും പ്രവർത്തനത്തിലെ ചിട്ട കൊണ്ടും LDFന് പാലക്കാട് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധനം പറയാം, ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയാം. പക്ഷേ അതിനെ മറികടക്കാനാണ് ഒരു പക്ഷേ സിറ്റിംഗ് MLAമാരെ കൂടുതലായിട്ട് പരീക്ഷിച്ചിട്ടുണ്ടാവുക. ആ പരീക്ഷണം വിജയം കണ്ടില്ല എന്നല്ലേ റിസൾട്ട് പറയുന്നത്. പാലക്കാടിനെ ബേസ് ചെയ്തിട്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാനാവും? പ്രകടനം കൊണ്ട് കാര്യമില്ല, പ്രവർത്തനമാണ് കാര്യം. അത് തന്നെയായിരിക്കും പാലക്കാട് പറയേണ്ടാവുക. കാരണം വിവാദങ്ങളോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളോ ഒന്നുമല്ല, മറിച്ച് സാധാരണക്കാരന് എന്താണ് നേട്ടം കിട്ടുന്നത്. പാലക്കാട് വികസനം കഴിഞ്ഞ 25 വർഷത്തിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നടക്കാതെ പോയ ഒരുപാട് പദ്ധതികളുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മോയിൻ സ്കൂളിൻ്റെ ഡിജിറ്റൈസേഷൻ. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്കൂളായിട്ട് മാറേണ്ടിയിരുന്നത് പാലക്കാട്ടെ മോയിൻ സ്കൂളാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഷാഫി പറമ്പിൽ MLA ആയിരുന്ന സമയത്താണ് അതിനുള്ള പദ്ധതി കൊണ്ടുവരുന്നത്. 15 വർഷമായി ആ പദ്ധതി എവിടെയും എത്തിയിട്ടില്ല. അതിന് കാരണം ആരാണ്? MLA മാത്രമാണോ? ചിന്തിക്കേണ്ടതല്ലേ. അതിനാരാണ് മുടക്കിട്ടത്? തടസ്സമിട്ടത് ആരാണ്? ആ തടസ്സം എന്തുകൊണ്ടും മാറ്റാനാവുന്നില്ല. അങ്ങനെ ഒരുപാട് പദ്ധതികളുണ്ട്, പ്രഖ്യാപിച്ചിട്ട് നടപ്പാക്കാതെ പോയ പദ്ധതികളുണ്ട്. പാലക്കാട് നെൽകർഷകരുടെ നാടാണ്. എല്ലാ കൊല്ലം കൃഷി ഇറക്കും, കൊയ്ത്ത് നടത്തും എന്ന് അറിയാത്തവരായിട്ട് കേരളത്തിലാരുമില്ല. കാരണം കേരളത്തിലെ ഊട്ടുന്നതും
പ്രധാനമായിട്ടും പാലക്കാടാണ്, കേരളത്തിൻ്റെ നെല്ലറയാണ്. പക്ഷേ എല്ലാ വർഷവും നിങ്ങൾക്ക് പത്രം നോക്കി അറിയാം, കൊയ്ത്ത് കഴിയുമ്പോൾ നെല്ല് സംഭരണത്തിൽ പ്രശ്നങ്ങൾ, സംഭരിക്കാൻ ആളെത്തുന്നില്ല, റെസീറ്റ് കിട്ടുന്നില്ല, ഉദ്യോഗസ്ഥരെത്തുന്നില്ല, നെല്ല് കെട്ടിക്കിടക്കുന്നു, നെല്ല് ഉണക്കം കൂടുതലായിട്ട് അവർ കർഷകർക്ക് നഷ്ടം വരുന്നു എന്നൊക്കെ സ്ഥിരമായിട്ട് ചർച്ചകൾ വരുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ? മാതൃഭൂമി പാലക്കാട് നടത്തിയ ഒരു കാർഷിക മേളയിൽ നമ്മുടെ മുന്നോട്ട് വെച്ച ആവശ്യം കർഷകനെ അഭിമാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്നാണ്. ജയ് ജവാൻ എന്നും ജയ് കിസാൻ എന്നും മുദ്രാവാക്യം മുന്നോട്ട് വെച്ച രാജ്യം എന്തുകൊണ്ട് ജയ് കിസാന് വേണ്ടി പ്രവർത്തനം നടത്തുന്നില്ല? അതിലെല്ലാവർക്കും, എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും അതിന് മറുപടി പറയാൻ ബാധ്യതയുണ്ട്. കാരണം കർഷകർക്ക് കൂട്ടായി വിലപേശാനുള്ള ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ഇന്നും വന്നിട്ടില്ല. അങ്ങനെ വരുന്നതോടുകൂടി ഈ കഥയൊക്കെ മാറും. പ്രത്യേകിച്ച് പാലക്കാട് ഭൂരിപക്ഷം കർഷകർ ഇന്നും കർഷകരും കർഷക തൊഴിലാളികളുമാണ് കൂടുതലുള്ളത്. അപ്പോൾ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോകുന്നു എന്നൊരു കാര്യം കൂടി നമ്മളിവിടെ വായിക്കേണ്ടതുണ്ട്. മെഡിക്കൽ കോളേജും ഇതേപോലത്തെ ഒരു വിഷയമാണ്. മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനും അതിനൊക്കെ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കൊണ്ടുവന്ന് ഞങ്ങളാണ്, നടത്തിക്കൊണ്ടു പോകുന്നത് ഞങ്ങളതൊക്കെ പറയാം. പക്ഷേ അവിടെ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വല്ലാത്തൊരു മെല്ലെപ്പോക്കുണ്ട്. പാലക്കാടിനെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അസുഖം വന്നാൽ ജില്ലാശുപത്രി മറ്റ് സ്ഥലത്തുള്ള ആശുപത്രികളെക്കാൾ എത്രയോ നല്ല നിലയിലാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ജില്ലാ ആശുപത്രി. നല്ല ചികിത്സാ സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഒരു ജില്ലയിലെ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളാനുള്ള അന്തരീക്ഷം അവിടെ ഇല്ല. സ്വാഭാവികമായിട്ടും ആളുകൾക്ക് നല്ല ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോഴും അതിർത്തി കടന്ന് കോയമ്പത്തൂരിലേക്കോ അല്ലെങ്കിൽ തൃശ്ശൂരിലേക്കോ ഓടേണ്ട ഒരു അവസ്ഥയുണ്ട്. അതിന് ഒരു പരിഹാരം ഈ മെഡിക്കൽ കോളേജ് നന്നാക്കുക എന്നുള്ളത് തന്നെയാണ്. അതും ഇനി പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന MLA അത് പാലക്കാട്ടെ MLAയുടെ മാത്രം ഒരു ഇതായിട്ട് കരുതുന്നില്ല ഞാൻ, മറിച്ച് ജില്ലയിലെ MLA കൂട്ടായി ശ്രമിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്.